ഉണ്ടാക്കാണോ? ബഹളം ഉണ്ടാക്കിയുണ്ടല്ലോ, ഞാൻ ചീട്ട് കീറി തരത്തില്ലേ? ഡോക്ടർ ഇല്ല, ഡോക്ടർ വീട്ടിൽ പരിശോധനയാ. ഇപ്പൊ വരുന്നില്ല, അങ്ങനെ തോന്നുന്ന സമയത്ത് വരും. അടുത്താൾ വാ. പേരെന്തുവാ? സുമേഷ്. സുമേഷ്. വയസ്സ് 25. 2 രൂപ. 50 രൂപയോ? 2 രൂപയ്ക്ക് 50 രൂപ എങ്ങനാ? എന്റെ കയ്യിൽ ചില്ലറയൊന്നുമില്ല. വെച്ചോ. താങ്ക് യു. 514. 514? അത് അർജന്റാ. എത്ര അർജന്റ് ആയാലും 514. എന്നാ കൊണ്ടുപോകും. ആണ്ട് ആ മാവിന്റെ മൂട്ടിയിരുന്നോ? ദാണ്ട് അവിടെ ഇരിക്കുന്നതേ കൊള്ളാം. തുപ്പി വൃത്തികേടാക്കരുത്. അടുത്താളുവാ. വെൽക്കം സാർ. ഇതെന്തിനാ ബുക്ക്? ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഫോർമാലിറ്റി ആണ് സാർ. ഇത് ഫില്ല് ചെയ്യണമായിരുന്നു. ഇംഗ്ലീഷ് ആണല്ലോ. എൻ്റെ പേര് അയ്യോ, അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തിനാ? അത് ഇവിടുത്തെ ഒരു ഫോർമാലിറ്റി ആണ് സാർ. ഫില്ല് ചെയ്യണം. കൊച്ചുണ്ടെങ്കിൽ കൊച്ചു പഠിക്കുന്ന സ്കൂള്, അതിന്റെ ഡീറ്റെയിൽസ് അതെന്തിന്? ഇവിടുത്തെ ചെറിയൊരു ഫോർമാലിറ്റി ആണ് സാർ. അത് ഫില്ല് ചെയ്യണം. HIV ടെസ്റ്റ്. ഇതെന്തിന് എക്സ്റേ ഒക്കെ? ഞാൻ പനിയായിട്ടാ വന്നേ. അത് ഇവിടുത്തെ വലിയൊരു ഫോർമാലിറ്റി ആണ് സാർ. അതും ഫില്ല് ചെയ്യണം. ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ബാലൻസ്, ഇത് നിങ്ങൾ എന്തിനാ അറിയുന്നേ? താഴെ ചെക്ക് ബുക്കും ഉണ്ട് സാർ. ഇവിടുത്തെ ഫോർമാലിറ്റി ആണ് സാർ. ഞാനേ പോയിട്ട് ഫില്ല് ചെയ്തിട്ട് വരാം. പോയിട്ട് വാ സാർ. അത് മൊത്തം ഫില്ല് ചെയ്യണം സാർ. ബുക്ക് മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ടേ. ഫില്ല് ചെയ്തിട്ടുണ്ടോ സാർ? ഒരു അഡീഷണൽ എക്സ്റേ കൂടെ എഴുതണേ. അതെന്തിനാണ് സാർ? എഴുതി കൈയുടെ കട പോയി. അയ്യോ, ഓക്കെ സാർ. അതും കൂടെ ഫിക്സ് ആക്കി നമുക്ക് ഇട്ടേക്കാം. അപ്പം താങ്കൾ ഫിസിഷ്യനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഓഹോ, ഡോക്ടർ ഇപ്പോൾ 1 മണിയായപ്പോ വീട്ടിൽ പോയി. എല്ലാം റെഡി എവിടെ ആയിരുന്നു? അയ്യോ സാറേ, അനസ്തേഷ്യ കൊടുത്തില്ല. അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്നും കാല് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയില്ലയോ, അതിന് അനസ്തേഷ്യ ഒന്നും ആവശ്യമില്ല. മക്കളെ കണ്ണടച്ചേടാ. ഇപ്പം കരാം. അയ്യോ, കരേണ്ട ഉറുമ്പ് അടിക്കുന്ന വേദനയുള്ളു. എടോ, ആ കുരുമുളക് അങ്ങോട്ട് കൊടുത്തേ. ഞാൻ പറയുമ്പോ അത് കടിക്കണം കേട്ടോ. കൊടുത്തേ വായിലോട്ട് വെച്ചേ. വെക്ക്. വെച്ചോ. കടിക്കല്ല, അടച്ച് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ഞാൻ കൊടുക്കാൻ റെഡി. 1 2 3. കഴിഞ്ഞു മോനെ, കഴിഞ്ഞ് എല്ലാം ഇളകി. പറഞ്ഞു രാവിലെ ഒരു തള്ള 15,000 രൂപ കൊണ്ട് തന്ന്. നിന്റെ തള്ളയായിരുന്നു? ആണോ? കാര്യമായിട്ടൊന്ന് നോക്കി കേട്ടോ. സാറേ, ഇവനെ എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യണ്ടത്? ഇപ്പം തന്നെ എഴുന്നേറ്റ് പോടാ. സ്ഥലം ബെഡ് ഒന്നുമില്ല. പോടാ. അടുത്ത ആളെ വിളി. വിളിക്കേണ്ടതാണ്. ശേഖര, ഓക്കെ ആണോ? സാറേ, ഇതെന്റെ ഓപ്പറേഷൻ ആണോ? അയ്യോ, ഇന്ന് ഓപ്പറേഷൻ അല്ല. നമ്മൾ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ കയറ്റി കിടത്തുന്ന. പ്രഷർ ഷുഗർ ഒക്കെ കറക്റ്റ് ആവുണ്ടായോ, എന്നിട്ട് മാത്രമേ ഓപ്പറേഷൻ ചെയ്യൂ. മനസ്സിലായോ? നീട്ടി വലിച്ചേ. ശേഖര മോനെ, ഓക്കെ ആണോ? ടെൻഷൻ ഒന്നുമില്ലല്ലോ? ആ സ്ക്രീനിലോട്ട് നോക്കിയേ. ആ കാണുന്ന എന്തുവാ? അയ്യോ, അത് മോന്റെ വൻകുടല്ല. അവിടെ മോനെ ഓപ്പറേഷൻ ചെയ്യുന്നാലും വ്യക്തമായിട്ട് കാണാൻ പറ്റും. UHD മനസ്സിലായോ? ആ ഡോൾബി അറ്റ്മോസും ഉണ്ട്. ASMR കണ്ടുണ്ടോ? അതുപോലെ ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. കട്ട് ചെയ്യുന്നൊക്കെ നല്ല രസമായിരിക്കും. സിനിമ എല്ലാം കാണണോ? ഞാൻ തിയേറ്ററായിട്ട് നല്ല ടൈപ്പാ. ഇട്ടുതരാൻ കട്ടാർന്ന് ഇട്ട് കൊടുക്കണേ. മോന് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? അല്ല, അച്ഛനും അമ്മനെ വിളിച്ച് കൂടെ നിർത്താം. വേണ്ടല്ലോ. ഓക്കെ ആണോ? രമേശിന്റെ കൂടെ വന്നോ? പഞ്ഞി മേടിച്ചോണ്ടോ? പഞ്ഞിയോ? ഇരിക്കല്ലേ? സിറിഞ്ചോടെ വേണം. സിറിഞ്ചോടെ മേടിച്ചോണ്ടോ? സിറിഞ്ചോ? ഓടിപ്പോയി മേടിച്ചോ. ഓ ശരി. ഇരിക്കല്ലേ? ഈ മരുന്നോടെ മേടിച്ചോണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? പറയാം, പോയിട്ട് വാ. ഓ, ഇരിക്കരുത്. അവനെ വെട്ടിപ്പൊളിക്കാൻ കത്തി വേണം. കത്തിയോടെ മേടിച്ചോണ്ടോ? നിങ്ങൾക്കെല്ലാം ഒരുമിച്ച് പറഞ്ഞുകൂടായോ? പറ്റത്തില്ല. നീ വേണം മേടിച്ചോണ്ട് വേടാ. ഓ, നല്ല ഞാൻ നിൽക്കാതെ പേഷ്യന്റ് അവിടെ വെയിറ്റ് ചെയ്തോ. കൊണ്ടുകൊണ്ടാ. എനിക്ക് വയ്യ. എന്നാ ഇരിക്കാലോ. ഇരിക്കരുത്. 3 സിഗരറ്റോടെ മേടിച്ചോണ്ടോ? 3 സിഗരറ്റോ? അവനെ വലിക്കത്തുള്ളല്ലോ. അവൻ വലിച്ചോണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾ 2 പേരും ഇരുന്ന് തൊലിച്ചോണ്ടിരിക്കണോ? പോയി മേടിച്ചോണ്ടോടൂ. ഒരുത്ത അവിടെ ചക്രശ്വാസം വലിച്ചോണ്ടിരിക്കുമ്പോഴാണോടാ തുണി കഴുകുന്നേ? തുണി കഴിവല്ല, ചട്ടി പിഴിയുക. നനഞ്ഞൊരു വഴിയായി മനുഷ്യൻ. എന്തോ ചെയ്യാനോ? ഈ ഓട്ടോ നിർത്താൻ വല്ല വഴിയുണ്ടോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓട്ടോ.
മൂക്കി വെക്കാൻ 2 പഞ്ഞി, ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ടൊരു തുണി മാത്രം മേടിച്ചോണ്ട് വന്നത്. അപ്പം തീരുമാനമായില്ലയോ? ആദ്യമായിട്ട് ഒരുത്തം മരിച്ചപ്പോൾ ഒരേ സമയം സമാധാനവും സങ്കടവും വരുന്നു. അല്ല, അകത്തുനിന്നൊന്നും പറഞ്ഞില്ല. സാറ് പേടിക്കാറ് സാറേ, എല്ലാവരും നോക്കുന്നുണ്ട്. സാർ അവിടെ കൂളായിട്ടിരുന്നാൽ സാർ പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അല്ല, സാധാരണ ഇവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞിടുന്നില്ലയോ? ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. എന്റെ പൊന്ന് സാറേ, ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. സാർ ഇവിടുത്തെ കിങ് ആണ്. സാർ ചുമ്മാ കസേരയിട്ട് AC-യുടെ ഫ്രണ്ട് ഇരുന്നാൽ ഇവിടെ കാര്യങ്ങളെല്ലാം നമ്മളാ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തോളും. സാറ് ചുമ്മാ ഇവിടുന്നായി. സാറ് ചുമ്മാ ഇരിക്കാൻ വീട്ടിലൊക്കെ പോയി കറങ്ങിയിട്ടേക്കോ. അപ്പുറത്തെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചേക്കല്ല. എന്ത് പറ്റി സാർ, വിശക്കുന്നുണ്ടോ? പേടിക്കണ്ട, ഹോസ്പിറ്റലിനകത്ത് തന്നെ KFC-യുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. സാർ അവിടെ പോയി 2 KFC കഴിച്ചിട്ട് വാ. അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഹൈയാ. പിന്നെ ഞങ്ങൾ എന്തിനാ സാർ ഇവിടെ ഹോസ്പിറ്റലിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ടൊരു കൊളസ്ട്രോളിന്റെ ബ്ലോക്ക് തന്നെ ഉണ്ട്. എല്ലാം സെറ്റ് ആക്കാം. ഞാൻ കഴിച്ചിട്ട് വരാം. നമുക്ക് കഴിച്ചിട്ട് വാ. അടുത്ത് നിന്നോ. പോയി അടിച്ച് കയറ്റി, നാളെ ഇവിടെ കിടക്കാനുള്ളതാ. സിസ്റ്ററെ, BP ചെക്ക് ചെയ്തായിരുന്നോ? മോളെ പേടിക്കണ്ട കേട്ടോ. അല്ല, ഈ സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആകുമ്പോഴേ ഹസ്ബൻഡ് കൂടെ കാണും പ്രസവത്തിന്. അതങ്ങനെ അങ്ങനൊന്നും പറയല്ലേ മോളെ. ഡോക്ടറെ, എനിക്കൊരു അപേക്ഷ ഉണ്ടായിരുന്നു. എന്റെ മോൻ ജനിക്കുവാണെന്നത് രോഹിണി നാളെ ജനിക്കണമെന്ന്. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? ടൈം സെറ്റ് ചെയ്ത് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനല്ല, അതിന് തലയിടരുത് പ്ലീസ്. അതല്ല ഡോക്ടർ, എന്റെ പുറയിലോ പെൺപിള്ളേർ വന്നിട്ടില്ല. എന്റെ മോന്റെ പുറയിലെങ്കിലും വരണം, അതുകൊണ്ടാ. ഈ മോന്ത ഇല്ലയോ വന്നതിനൊക്കെ? അത് കുഞ്ഞിന് ചെറിയൊരു മഞ്ഞക്കളുണ്ട്. ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടി വരുമായിരിക്കും. അല്ല, എന്റെ പ്രസവം കഴിഞ്ഞില്ല. ഞാൻ സാറിന്റെ കൂടെ 1.5 വർഷമായിട്ടില്ല. സാർ ലാസ്റ്റ് എന്തോ പറയും നമുക്കറിയാലോ. ഗുഡ് 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 ഗുഡ്. 2 ദിവസം വേണമെങ്കിൽ നീട്ടി തരാം. നീട്ടി തരാം. പക്ഷേ പൈസ കുറച്ചാവും. പൈസ ആയാലും കുഴപ്പമില്ല, രോഹിണി നാളെ കിട്ടണം, അതുകൊണ്ടാ. സാറേ തലവെളി വന്നിരിക്കും, തിരിച്ചകത്ത് ഇടിച്ചകത്ത് കയറ്റി പൈസ എടുത്ത് മോളെ കരിയടി. മോളെ പേടിക്കണ്ട കേട്ടോ. മോളെ പേടിക്കണ്ട കേട്ടോ. അയ്യോ, വേദന എടുക്കുന്നുണ്ടോ? വേദന എടുക്കുന്നേ. അയ്യോ ഡോക്ടറെ, എന്നെ ഒന്ന് ഓപ്പറേഷൻ ചെയ്തെടുക്ക ഡോക്ടറെ. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഇത് നോർമൽ ഡെലിവറി ആയിരിക്കും. ഡോക്ടർ എന്ത്? ഡോക്ടറോ? ഡോക്ടർ അല്ല, ഞാൻ കമ്പൗണ്ടർ. ഡോക്ടർ വിത്ത് കമ്പൗണ്ടർ. ഞാനായിരിക്കും ഇന്ന് പ്രസവം എടുക്കുന്നത്. സാറേ, ഇത് എന്റെ ഭാര്യയായിരുന്നു. അതിനിപ്പോ ഞാൻ എന്തോ വേണോടോ? അതല്ല, ഈ പ്രസവിക്കുന്നവർക്ക് ബക്കറ്റും ബ്രെഡും പിന്നെ ഒരു 4000 രൂപ കൊണ്ടുവന്നു. അത് എവിടെ? ഞാൻ ഇവിടെ എല്ലാം നോക്കിയായിരുന്നു, കണ്ടില്ല. അത് ഞാൻ ഇവിടെ കൊടുക്കുന്നത്, എന്റെ നെഞ്ചത്ത്. താനെന്തോടി കാണിച്ചേ? ഞാൻ എന്തോ കാണിച്ചു? ഇതെന്റെ അച്ഛനാ. ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതല്ല, കഴിഞ്ഞ മാസം അച്ഛന്റെ ഓപ്പറേഷൻ ഇവിടെ നടത്തി. അച്ഛന് 1 മാസമായിട്ട് തീരാത്ത വയറുവേദന. എടാ, ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് കത്രി അച്ഛനെ വൈകി ഇപ്പഴും കിടപ്പെടുന്നു. എക്സ്റേ നമുക്ക് കിടക്കുന്നതിനകത്ത്. അപ്പൊ ഇവിടുത്തെ കത്രിയെ മോട്ടിച്ചോണ്ട് പോയില്ലയോ? പോലീസ് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. താനൊക്കെ ഞങ്ങളെ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കോളാം. കത്രി എടുക്കണ്ടായോ? എന്തോ ചെയ്യാനാ? അതെ, ആ കത്രി എടുത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് തരണേ. വേറെ കത്രി ഇല്ലാത്തോണ്ടാ. സാറേ, ഒരു പേഷ്യന്റ് 10 ദിവസമായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുക, കാര്യമൊന്നുമില്ല, എന്ത് ചെയ്യണം? അത് നമ്മുടെ പുതിയ മിഷൻ ഐറ്റങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, 10 ദിവസം കൂടി ഇട്ടേക്ക്, എന്നാലേ നമുക്ക് അതിനെ മുതലാക്കാൻ പറ്റത്തുള്ളേ. ആണല്ലേ? സാറേ, ആ പിന്നെ അച്ഛനാണെങ്കിലേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്താ അവര് കത്രി എടുത്ത് അകത്തിട്ടു. അകത്തിട്ടോ? എടുത്തില്ല. എന്റെ ദൈവം, ഇതാ ഞാൻ പറയുന്നത്, സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കരുതെന്ന്. കണ്ടോ ഇതുപോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്ന കണ്ടോ? അതാ പറയാ, ഞങ്ങൾ വേണ്ട പോലെ നോക്കിക്കോളാം. ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തിനായിരുന്നു ഓപ്പറേഷൻ ചെയ്ത അച്ഛനെ? അച്ഛന്റെ വയറ്റിൽ ഒരു കത്രി കൊണ്ട് എടുക്കാൻ വേണ്ടിയായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയായിരുന്നില്ലയോ? എടുത്തപ്പോ ആ കത്രിക മാത്രമല്ല അമ്മരെടുത്തത്, കിഡ്നി, ലിവർ, ലങ്സ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല അകത്ത്. അച്ഛൻ എങ്ങനെ ജീവിതോണ്ടിരിക്കുന്നു? എല്ലാം നല്ല സ്ട്രെയിറ്റ് കണക്ഷൻ കൊടുത്തേക്കുവാ. ഇത്ര നാൾ എങ്ങനെ ജീവിച്ചിരുന്നത്?